കരന്നുകൊണ്ട് ചോദിച്ചു, നബിയേ ആരാ നബിയേ, ആരാ നബിയേ? പ്രവാചകന്മാരും ശുഹദാക്കളും പോലും ആഗ്രഹിക്കുന്ന ആ പരലോകത്തിലെ സിംഹാസനത്തിലിരിക്കുന്ന ആ ഭാഗ്യവാൻ ആരാ നബിയേ? ആരെന്നറിയുമോ? ചെറുപ്പക്കാരാ, പടച്ചെറുപ്പിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നിന്നെ കയ്യിൽ പിടിച്ച് നിന്നെ കൊണ്ടുപോകുന്ന കൂട്ടുകാരനുണ്ടല്ലോ. പടച്ചെറുപ്പ് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, വാഴിന്റെ സദസ്സിലേക്ക് വേണ്ടി, മജ്‌ലിസുന്നൂറിൽ പങ്കെടുക്കാൻ നല്ല കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് നിന്നെ കയ്യിൽ പിടിച്ച് കൊണ്ടുപോകുന്ന നിന്റെ കൂട്ടുകാരനുണ്ടല്ലോ. അവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാ. പരസ്പരം അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ ആത്മാർത്ഥ സുഹൃത്തെന്ന് പറയുന്ന നിന്റെ കൂട്ടുകാർ നിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഏതെങ്കിലും ഒരു ദിവസം നീ സുബഹി നമസ്കരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുവോ ചെറുപ്പക്കാരാ? ഏതെങ്കിലും ഒരു ചെറുപ്പക്കാർ ഇന്ന് വരെ ചോദിച്ചിട്ടുണ്ടോ? നീ പറയും അവൻ എന്റെ ആത്മാർത്ഥ സുഹൃത്താ. അവൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിന്നോട് ചോദിച്ചിട്ടുണ്ടോ സുബഹി നമസ്കരിച്ചിട്ടുണ്ടോടാ? അങ്ങനെ ചോദിക്കുന്ന കൂട്ടുകാരനാ വേണ്ടത്. അങ്ങനെ ചോദിക്കുന്ന കൂട്ടുകാരൻ, എന്റെ പ്രിയമുള്ളവരെ, ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം നടക്കുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ. കൂട്ടുകാരെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കണമെന്നറിയോ? എടാ ആത്മാർത്ഥ സുഹൃത്തെന്ന് പറഞ്ഞാൽ നെഞ്ചത്ത് കൈവച്ചിട്ടിവൻ എന്റെ ആത്മാർത്ഥ സുഹൃത്താണ് എന്ന് പറയണമെങ്കിൽ സുഹൃത്തെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കണമെന്നറിയുവോ? ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം നടക്കുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ. അല്ലാഹുവേ, ഒരു ചെറുപ്പക്കാരനായ സഹാബി അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു തന്റെ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് കടന്നു വരികയോ. പാതിരാത്രി സമയത്ത് തന്റെ കൂട്ടുകാരനായ പടച്ചവനെ സഈദ് ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാദ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു കൂട്ടുകാരനാട് അല്ലാഹുവേ നാളെ രാവിലെ യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ പോകാൻ തയ്യാറെടുക്കുമ്പോ അതാ ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു വീട്ടിലേക്ക് കടന്നു വന്നിട്ട് തന്റെ കൂട്ടുകാരനെ വിളിക്കുകയാ, എന്റെ കൂടെയൊന്ന് വരുവോ, എന്റെ കൂടെയൊന്ന് വരുവോ? ആത്മാർത്ഥ സുഹൃത്തിനെ വിളിച്ചു കൊണ്ടുപോവുകയാണ്. രണ്ടുപേരും മുഴുവെടുത്തു. രണ്ട് റക്അത്ത് നിസ്കരിക്കുകയാ. തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പുറകെ നിന്ന് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, ഞാൻ ദുആ ചെയ്യാ പോകുകയാ. എന്റെ കൂട്ടുകാരനാ, എന്റെ ആത്മാർത്ഥ സുഹൃത്താ, ഞാൻ ദുആ ചെയ്യാൻ പോകുകയാണ്. നീ എന്റെ ആത്മാർത്ഥ സുഹൃത്താണ്. അതുകൊണ്ട് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ മനസ്സുരുകിയിട്ട് ആമീൻ പറയണേ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് കൂട്ടുകാരൻ പറയുകയാ, ഞാൻ ദുആ ചെയ്യാൻ പോകുകയാ. നീ മനസ്സുരുകിയിട്ട് ആമീൻ പറയണം. അല്ലാഹുവേ, ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നു. അല്ലാഹ് നാളെ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് ഇറങ്ങുകയാ. പടച്ചവര്, എനിക്ക് വരുന്ന ശത്രു എന്നെക്കാളും ആരോഗ്യമുള്ളവനാകണേ അല്ലാ. എന്നെക്കാളും കഴിവുള്ള യോദ്ധാവായ ഒരു എതിരാളി എനിക്ക് തരണേ പടച്ചവര്. അവനെന്റെ കൈ മുറിക്കണേ അല്ലാ, അവനെന്റെ കാല് വെട്ടി മുറിക്കണേ അല്ലാ, അവനെന്റെ ചെവി വെട്ടി മുറിക്കണേ അല്ലാ, അവനെന്റെ കണ്ണ് ചൂഴ്ന്നെടുക്കണേ അല്ലാ. മഹാനായ ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു തന്റെ കൂട്ടുകാരനെ വിളിച്ചു കൊണ്ടുവന്ന് പാതിരാത്രി പുറകെ ഇരുത്തിയിട്ട് അവിടുന്ന് ദുആ ചെയ്യുകയാ. പടച്ചവനെ ആമീൻ പറയുന്നത് കൂട്ടുകാരനാ. പറയുന്നത്, അല്ലാഹുവേ, നാളെ എന്റെ എതിരെ വരുന്ന യോദ്ധാവ് എന്റെ കൈ മുറിക്കണേ അല്ലാ. കൂട്ടുകാരൻ പുറകെ ഇരുന്ന് ആമീൻ, എന്റെ കാല് മുറിക്കണേ അല്ലാ, എന്റെ ചെവി മുറിക്കണേ അല്ലാ. നാളെ യുദ്ധക്കളത്തിൽ ഏറ്റവും കൂടുതൽ വെട്ടുകൊണ്ടിട്ട് എനിക്ക് ശഹീദാകാൻ നീ ഭാഗ്യം തരണേ അല്ലാ.
എന്നെ വീട്ടിലേക്ക് മടക്കല്ലേ അല്ലാ, എന്നെ വീട്ടിലേക്ക് മടക്കല്ലേ അല്ലാ. ആത്മാർത്ഥ സുഹൃത്ത് ആമീൻ പറയുകയാണ്. റളിയല്ലാഹു തആല പറയുകയാ, അവസാനം ദുആ ചെയ്ത് പിരിയുമ്പോ തന്റെ കൂട്ടുകാരനെ കെട്ടിപ്പിടിക്കുകയാണ്. തന്റെ കൂട്ടുകാരനെ കെട്ടിപ്പിടിച്ചിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു അബ്ദ് പറഞ്ഞു കൊടുക്കുകയോ, അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, നാളെ പടച്ചറപ്പിന്റെ മുന്നിൽ സാക്ഷിയാ, നാളെ പടച്ചറപ്പിന്റെ മുന്നിൽ നീ എനിക്ക് സാക്ഷി നിൽക്കണം കൂട്ടുകാരാ. എന്റെ പ്രിയമുള്ളവരെ, ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം കഴിഞ്ഞു. മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു തന്റെ കൂട്ടുകാരനെ തെരഞ്ഞു നടക്കുകയാ, തന്റെ കൂട്ടുകാരനെ തെരഞ്ഞു നടക്കുകയാ. പടച്ചവരെ, ചെന്ന് നോക്കുമ്പോ കാല് മുറിച്ചിട്ടുണ്ട്, കൈ മുറിച്ചിട്ടുണ്ട്. പടച്ചവരെ, ശരീരം മുഴുവനും വെട്ടി മുറിച്ചിട്ടുണ്ട്, ചെവിയാണെങ്കിൽ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. അല്ലാഹുവേ, മരണത്തോട് മല്ലടിച്ച് കൊണ്ട് കിടക്കുമ്പോ തന്റെ ആത്മാർത്ഥ സുഹൃത്തിന്റെ അടുക്കൽ നാളെ പടച്ചറപ്പിന്റെ മുന്നിൽ വെച്ച് നീ എനിക്ക് സാക്ഷി നിൽക്കണേ കൂട്ടുകാരാ എന്ന് പറഞ്ഞിട്ട് ഉഹദിന്റെ രണാങ്കണത്തിൽ കിടന്ന് ഷഹീദായെന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ ഇതുപോലെ ഒരു കൂട്ടുകാരൻ നമുക്കുണ്ടോ? അതുകൊണ്ട് പൊന്നുമോനെ, അല്ലാഹുവിന്റെ സ്വർഗ്ഗം വെറുതെ കിട്ടില്ല, പടച്ചറപ്പിന്റെ സ്വർഗ്ഗം നിനക്ക് വെറുതെ കിട്ടില്ല. വമിനന്നാസി മയ്യസിരി നഫ്സഹു ബുത്തിഗാ മർളാതില്ലാഹ് വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. പടച്ചറപ്പ് തന്ന് നിന്റെ ജീവിതം അല്ലാഹുവിന് കൊടുക്കുമോര്. അല്ലാഹുവിന് ഇഷ്ടമല്ലാത്തതൊന്നും ചെയ്യല്ലേ, പടച്ചറപ്പിന് ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്യല്ലേ. പടച്ചറപ്പിനെ പേടിച്ച് ജീവിക്ക് ചെറുപ്പക്കാരാ. നിനക്ക് നാളെ പ്രവാചകന്മാരുടെ കൂടെ ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗത്തിൽ കടന്നു നിനക്ക് സുഖിക്കാൻ കഴിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പടച്ച റബ്ബ് തന്നെ ആയുസ് അല്ലാഹുവിന് തന്നെ കൊടുക്ക്, നാളെ സ്വർഗ്ഗത്തിൽ വെച്ച് കാണാം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒന്ന് ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗത്തിന്റെ ഒന്നാമത്തെ അവകാശി തന്റെ ആയുസ് അല്ലാഹുവിന് കൊടുത്തവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾക്ക് ബോറടിച്ചു തുടങ്ങിയ അടിക്കണേ പറയണം കേട്ടാ. നിങ്ങൾക്ക് ബോറടിച്ച് എനിക്കിനി വയനാട് വരെ പോകാനുള്ളതാ. ഇതൊന്ന് തീർത്തിട്ട് വേണം പോകാൻ. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗത്തിന്റെ രണ്ടാമത്തെ അവകാശി, ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗത്തിന്റെ രണ്ടാമത്തെ അവകാശി എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ ഹയാത്താക്കും. അത് പ്രചരിപ്പിക്കുന്നവന് കിട്ടുന്ന പ്രതിഫലം ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. രണ്ട്, സ്വർഗത്തിലേക്ക് പോകാനുള്ള രണ്ടാമത്തെ എളുപ്പവഴി പ്രവാചകന്റെ സുന്നത്ത് മുറുകെ പിടിക്കണം, അത് നീ പ്രചരിപ്പിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ നമുക്ക് എന്ത് സുന്നത്ത ജീവിതത്തിലുള്ളത്? നമ്മൾ ഓരോരുത്തരും ചിന്തിക്ക്, പ്രവാചകന്റെ ഏതെങ്കിലും ഒരു സുന്നത്ത് എന്റെയോ നിങ്ങളുടെയോ ജീവിതത്തിലുണ്ടോ? നമ്മൾ ഏതെങ്കിലും ഒരു സുന്നത്ത് അനുസരിക്കുന്നവരാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 3 കാര്യങ്ങൾ ആരെങ്കിലും ഉപേക്ഷിച്ചാൽ, 3 കാര്യങ്ങളിൽ ആരെങ്കിലും സൂക്ഷ്മത കാണിച്ചില്ലെങ്കിൽ അള്ളാഹുവിന്റെ മലക്കുകളും ലോകത്തുള്ള സർവ്വവരും ആ മനുഷ്യനെ ശപിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിസാരമായി നമ്മൾ തെള്ളിക്കളയുന്ന 3 കാര്യം സുന്നത്തിന് വല്ലാത്ത വിലയാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഉഹദിന്റെ രണാങ്കണം ഞാൻ നിങ്ങളൊക്കെ മക്കയിലും മദീനയിലും പോകുമ്പോ നമ്മളെ കൊണ്ടുപോകുന്നവരെ കൊണ്ട് കാണിച്ചു കൊടുക്കും. മഹാനായ സയ്യിദുനാ ഹംസ റളിയല്ലാഹു തആല അൻഹു, മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു അടങ്ങി ഒതുങ്ങുന്ന സ്വഹാബത്തിനെ കബറടക്കിയ കൊണ്ട് സ്ഥലം കാണിക്കും. ഇതാണ് ഉഹദ് മല, ഇവിടെയാണ് ഉഹദ് യുദ്ധം നടന്നത് കൊണ്ട് കാണിക്കാറുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഉഹദ് യുദ്ധത്തിൽ സഹാബത്ത് തോൽക്കാനുള്ള കാരണങ്ങളിൽപ്പെട്ട ഒരു കാരണം പ്രവാചകന്റെ ഒരു സുന്നത്ത് കളഞ്ഞതുകൊണ്ടാണ്. മിസ്വാക്ക് ചെയ്യാൻ പലരും മറന്നുപോയി.
അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്താണ് പല്ല് തേക്കൽ, മിസ്വാക്ക് ചെയ്യൽ. ആ മിസ്വാക്ക് ചെയ്യാൻ യുദ്ധത്തിൽ പോയ പല സഹാബത്തും മറന്നുപോയി, ചെയ്യാതെ പോയി. അതുകൊണ്ടാണ് അവർക്ക് പരാജയപ്പെടാനുള്ള കാരണങ്ങളിൽ ഒരു കാരണമായി പറയുന്നത്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ നിസാരമായി തള്ളിക്കളയുന്ന മൂന്ന് കാര്യങ്ങളിൽ നീ സൂക്ഷ്മത വെച്ചില്ലെങ്കിൽ അള്ളാഹുവും അവന്റെ മലക്കുകളും സ്വർഗത്തിലെ ഈ ദുനിയാവിലെ സർവ്വചരാചരങ്ങളും നിന്നെ ശപിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.